അനിയെ വേർപിരിയുന്ന സങ്കടത്തിൽ നന്ദു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പത്തരമാറ്റിലാണെങ്കിൽ നന്ദു അനി വേർപിരിയലിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് നമ്മളെ നന്ദുവിനെയും അനിയെയും പിരിക്കാനായിട്ട് മുത്തശ്ശൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ മുത്തശ്ശൻ ഒരിക്കലും അവന്തികയ്ക്ക് വാക്ക് കൊടുക്കില്ലായിരുന്നല്ലോ. നന്ദുവും അനിയും ഇഷ്ടത്തിലാണ് എന്ന് മുത്തശ്ശന് നല്ല രീതിയിൽ തന്നെ അറിയാം. എന്നിട്ടും മുത്തശ്ശൻ വാക്ക് കൊടുത്തെങ്കിൽ അതവരെ പിരിക്കാൻ വേണ്ടിയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നും മുത്തശ്ശൻ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവന്തിക മോളുടെയും അനിയുടെയും വിവാഹ നിശ്ചയം നടത്തണമെന്നും അതുതന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നും മുത്തശ്ശൻ പറഞ്ഞു വെക്കുമ്പോൾ അനിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടാ അനി, നിനക്ക് വിവാഹ നിശ്ചയത്തോട് താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല എന്ന് വരെ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ജലജ കടന്നു വന്ന് പറയുന്നത്, എൻ്റെ മോളുമായിട്ട് ഇവനൊന്ന് പുറത്തേക്ക് പോലും പോയിട്ടില്ല, എൻ്റെ മോളെ ഇവന് കണ്ണെടുത്ത് കണ്ടുകൂടാ എന്നൊക്കെ പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോഴും അനിയൊന്നും പ്രതികരിക്കാതെ മിണ്ടാതെ കടന്നു പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് പ്രേക്ഷകരെ നമ്മുടെ നന്ദുവും അനിയും കണ്ടുമുട്ടുന്നത്. അനിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനോ വേർപിരിയാനോ സാധിക്കില്ല നന്ദു, അതുകൊണ്ട് തന്നെ നീയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. എടാ, എൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. പക്ഷെ വേർപിരിയേണ്ടി വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഞാൻ അതാണ് നിന്നോട് പറയുന്നത്. നിനക്കാണെങ്കിൽ നിൻ്റെ മുത്തശ്ശനെ വേദനിപ്പിക്കാൻ സാധിക്കില്ല, എനിക്കും എൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാനോ ഞാൻ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാനോ കഴിയില്ല. നീ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വേറൊരു വിവാഹം പോലും പിന്നെ കഴിക്കില്ല എന്ന് പറയുന്നു. ഒരു വിവാഹം കഴിക്കണമെന്ന് പോലും ആഗ്രഹിക്കാഞ്ഞ എന്നെ ഈ നിലയിലെത്തിച്ചത് നീ തന്നെയാണ്. നിന്നെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ തിളച്ചു മറിയുന്നത് എന്ന് പറയുന്നു. എടി നന്ദു, ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് നിൻ്റെ കയ്യിൽ വല്ല പദ്ധതിയുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ എന്ത് പറയാനാടാ, എൻ്റെ കയ്യിൽ യാതൊരു പദ്ധതിയുമില്ല എന്ന് നന്ദു തുറന്നു പറയുമ്പോൾ, എടി, നമ്മൾ അന്ന് നിൻ്റെ വിവാഹ നിശ്ചയം മുടക്കിയില്ലേ, അതേമാതിരി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഞാൻ എന്ത് പറയാനാ, ഒരു പരിപാടിയും നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്തികയെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും നമ്മുടെ കയ്യിലില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ, നീ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് കാണാം. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയും ഒന്നിക്കുന്നത് പോസിബിളായിരിക്കില്ല, നമ്മൾ രണ്ടായി മാറുമെന്ന് പറയുന്നു. നമ്മൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് എന്നേക്കുമായി മാറ്റപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മുടെ അനി സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. എടാ, ഇത് സങ്കടപ്പെടേണ്ട സമയമല്ല, നമ്മൾ ഇതിനെ പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം പല പ്രതിബന്ധങ്ങളും തരണം ചെയ്തേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നവും മറികടക്കണമെന്ന് പറഞ്ഞ് നന്ദുവാണെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നു. നീ ഒന്നും കൂടി പരിശ്രമിച്ച് നോക്ക്, എങ്ങാനും ശരിയായാലോ? ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ശരിയാവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുമ്പോൾ നന്ദുവിൻ്റെ മോട്ടിവേഷൻ അനിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്, നല്ലൊരു ഊർജം കൊടുക്കുന്നുണ്ട്. വീണ്ടും അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അനിയാണെങ്കിൽ ആദർശിനോട് ഈ കാര്യം പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, അത് മാത്രം നടക്കില്ല, നീ അത് മാത്രം ചോദിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവുമില്ല. കാരണം എന്തെന്നാൽ മുത്തശ്ശൻ ആഗ്രഹിച്ച, മുത്തശ്ശൻ വാക്കുകൊടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ ഞാൻ തലയിട്ട് അത് നശിപ്പിക്കാനോ ഒരുക്കമല്ല, തയ്യാറല്ല.
ഞാനത് കുളമാക്കി കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ വാക്ക് ലംഘിക്കപ്പെടും, മുത്തശ്ശൻ്റെ ആഗ്രഹം നടക്കാതെയാകും, മുത്തശ്ശൻ സങ്കടപ്പെടും, മുത്തശ്ശൻ അപമാനിതയാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. നയനയോട് പറയുമ്പോഴും നയന അതുതന്നെ പറയുന്നു. മുത്തശ്ശനെ വേദനിപ്പിച്ച് നിനക്ക് എന്ത് നേട്ടം നേടാനാണ് ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനി ആകെ പെട്ടുപോകുന്നുണ്ട്. ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, തൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന അനിയെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരാളുണ്ട്. എല്ലാം തല്ലിത്തകർക്കണം, തൻ്റെ സഹോദരിക്ക് തന്നെ അനിയെ ലഭിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ശക്തി. ആ ശക്തി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടു തന്നെ കാണണം പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. എന്തായാലും വിവാഹ നിശ്ചയം മുടക്കാൻ ആ ശക്തി ഇറങ്ങിത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.